നമസ്കാരം. വിഷയത്തിന് അധികം മുഖവുര നൽകുന്നില്ല. എന്നോടൊപ്പം ഉള്ളത് BJP സംസ്ഥാന വക്താവ് കേണൽ ഡിന്നിയാണ്. നമസ്കാരം സർ. ആ, ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ നമ്മൾ കൃത്യമായി തന്നെ കണ്ടതാണ് നമ്മുടെ സൈന്യത്തിൻ്റെ ശേഷി എത്രയാണ്, അതിൻ്റെ കൃത്യത എത്രയാണ്, ശത്രുവിനെ അതെങ്ങനെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്, എല്ലാം ഈ 140 കോടി ജനങ്ങളെ സംരക്ഷിക്കാൻ, രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാനൊക്കെയാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട രണ്ട് സംഭവങ്ങൾ, അതാണ് ഇന്ന് നമ്മൾ വിഷയമാക്കുന്നത്. ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക സഹായത്തോടു കൂടി പണി തീർത്ത ഒരു ദർഗയുടെ ഉദ്ഘാടന വേളയിൽ അതിൻ്റെ ഫലകത്തിൽ ഉള്ള അശോക സ്തംഭത്തെ വിഗ്രഹമായി തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനെ തകർക്കാൻ ശ്രമിക്കുന്നത്. രണ്ട്, ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നത് പ്രമേയമാക്കിയ ഒരു പൂക്കളത്തിനെ എതിർക്കുന്നത്, പോലീസ് ആ പൂക്കളം ഇട്ടവർക്ക് എതിരെ കേസെടുക്കുന്നതാണ്. ഇത് സത്യത്തിൽ നമ്മുടെ സൈന്യം ഇത്ര കൃത്യമായി ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ പോരാടുമ്പോൾ രാജ്യത്തിനകത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ, അതിനെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് എത്രമാത്രമാണ് നമ്മളെ വേദനപ്പെടുത്തുന്നത്? നോക്കൂ രാജേഷ്, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത്, ഇപ്പം ഈ യുദ്ധം അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റുകൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഈ ബോർഡറുകളിൽ മാത്രമല്ല നടക്കുന്നത്. ഇപ്പം നമ്മൾ ഇന്നലെ മെനഞ്ഞാന്ന് നമ്മൾ കാണുന്നുണ്ട് നേപ്പാളിൽ എന്താ നടക്കുന്നത് എന്നുള്ളത്. നേപ്പാളിൽ ജൻസി എന്ന് പറഞ്ഞിട്ട് അവർ ഈ ഫേസ്ബുക്കും മറ്റും ആപ്പ് ബാൻ ചെയ്തെന്ന് വെച്ചാൽ അവിടെ കലാപം പോലത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പൊ ഇതൊരു പുതിയ തലമുറയുടെ പുതിയ രീതിയാണ്, അതായത് ഉള്ളിലെ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ധാരാളം ഫോഴ്സസ് ഇങ്ങനത്തെ ഉള്ള ഒരു രീതിയിലേക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് ഒരു രാജ്യത്തെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഭാരതത്തിനെ പോലുള്ള രാജ്യം, വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം, ധാരാളം വർഷങ്ങളായിട്ട് ശത്രുതയുള്ള പല രാജ്യങ്ങളും അയൽവാസികളായിട്ടുള്ളപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇവിടുത്തെ ഉള്ളിലെ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും അതിനെ കുറച്ചും കൂടെ മാഗ്നിഫൈ ചെയ്ത് അതിനെ എങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുക ആ രീതിയിലാണ്. ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ പെഹൽഗാം നടന്ന സമയത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവിടെയും ചില സ്വരങ്ങളുണ്ടായിരുന്നു. അത് മതത്തിന്റെ പേരിലല്ലായിരുന്നു അവർ പേര് ചോദിച്ചത്. അത് നമ്മൾ പാകിസ്ഥാൻ തന്നെ വന്ന എങ്ങനെ നിങ്ങൾക്ക് ഉറപ്പുണ്ട്, നമ്മൾ ഇവിടുന്ന് തന്നെയല്ല ആളുകളല്ലേ, ആ ഭീകരവാദികൾ എന്തുകൊണ്ട് പിടിച്ചില്ല, ഭീകരവാദികൾ എങ്ങനെയാണ് 200 കിലോമീറ്റർ അകത്ത് വന്നത് എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള ധാരാളം ചോദ്യങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു. അപ്പൊ ഒറ്റക്കെട്ടാണ് എന്ന് പറയപ്പോഴും അവിടെയും ചില രാഷ്ട്രീയ മത താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലവർ ഇങ്ങനത്തെ ചോദ്യങ്ങളും, അതായത് ആളുകളുടെ ഇടയ്ക്ക് മനസ്സിനകത്ത് സംശയം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ വന്നു. ഓപ്പറേഷൻ സിന്ദൂറും നമ്മൾ ഏകദേശം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ്, മതം ഒക്കെ മാറ്റിവെച്ച് പൊളിറ്റിക്സ് ഒക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒരുമിച്ച് നിന്നു. എന്നാലും അവിടെയും രാഷ്ട്രീയം കണ്ട ആളുകളുണ്ട്. ഓക്കെ, നിങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്തു, പക്ഷെ എന്തിനാ നിർത്തിയത്? ഇപ്പൊ എന്തുകൊണ്ട് ഫുൾ അങ്ങ് പിടിച്ച് എടുത്തിടും? നന്നായിട്ട് അറിയാം അത് അതിന്റെ സ്ട്രാറ്റജി എന്താണെന്ന് അറിഞ്ഞുകൂടാത്തൊന്നുമല്ല. പക്ഷെ ആളുകളുടെ അഗെയിൻ മനസ്സിലാത്ത ഒരു ഇത് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പം നിർത്തി, എന്തുകൊണ്ട് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീർ പിടിച്ചടക്കില്ല, അങ്ങനെയൊക്കെ. അപ്പൊ സാധാരണക്കാർ ചോദിക്കാൻ ശരിയാണല്ലോ, എന്തുകൊണ്ട് ചെയ്തില്ല, നിങ്ങൾ തിരിച്ചടിച്ച്. എന്നിട്ട് പിന്നീട് ചോദിച്ചു എത്ര റഫാൽ നമുക്ക് നഷ്ടം വന്നു. അവിടെ എന്ത് പറ്റി എന്നുള്ളത് അല്ല ചോദ്യം, നമുക്ക് എന്ത് നഷ്ടം വന്നു എന്നുള്ളതാണ്. അത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറഞ്ഞു വന്നത്, നമ്മുടെ രാജ്യത്തിൽ എപ്പോഴും ഇങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട്. രാഷ്ട്ര താല്പര്യത്തിന് പകരം രാഷ്ട്രീയ താല്പര്യം കാണുന്നവരും മത താല്പര്യം കാണുന്നവരും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സിംറ്റം ആണ് നമ്മൾ ഈ ശാസ്താംകോട്ടയിൽ ഈ ഒരു ഇഷ്യൂവിൽ കണ്ടത്. അവിടെ ആക്ച്വലി പറഞ്ഞ വലിയൊരു ഇഷ്യൂ അല്ല, ഒരു അത്തപ്പൂക്കളം. ഞാൻ അവിടെ പോയി നേരിട്ട് പോയി കണ്ടു. എൻ്റെ സ്ഥലമാണ് കൊല്ലം. അപ്പൊ ഞാൻ അവിടെ പോയി കണ്ട് ഇത് ഒരു ഇതിൽ പറയാണ്, അതായത് ഒരു ഭരണസമിതി, ആ ഭരണസമിതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസിന്റെയും ജോയിന്റ് ആയിട്ടുള്ള ഇന്ത്യ അലയൻസിന്റെ ഒരു ഭരണസമിതിയാണ് ഭൂരിപക്ഷം. അപ്പൊ അവര് ഇതിനു മുൻപ് വളരെ ശാന്തമായിട്ട് വളരെ നല്ല രീതിയിലൊക്കെ 10-15 വർഷം അമ്പലമായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർ വന്ന സമയത്താണ് പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. കൊടി പാടില്ല, അല്ലെങ്കിൽ കാവിക്കൊടി പാടില്ല, ഇത് ഇങ്ങനെ എഴുതാൻ പാടില്ല, ഈ പൂക്കളം ഇങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഇപ്രാവശ്യം അങ്ങനെ ഒരു ഇത് വന്നപ്പം ഇവർ പോലീസിന്റെ അടുത്ത് പോവുകയും അതായത് പോലീസ് വന്ന് ഇന്റർവെൻഷൻ, അല്ലെങ്കിൽ പോലീസ് വന്നിട്ടാണ് 2 പേർക്കും 2 സ്ഥലം കൊടുത്തത്. അതായത് ഭഗവാന്റെ മുന്നിൽ ആ സ്ഥലത്ത് നിങ്ങൾ ഇട്ടോളൂ, ഈ സ്ഥലത്ത് ഭരണസമിതി, ഈ സ്ഥലത്ത് യുവാക്കൾ ഇട്ടോളൂ എന്ന് പറഞ്ഞു. പോലീസ് അവിടെ കാവൽ നിന്നു, പോലീസ് എല്ലാം കണ്ടോണ്ടിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു, ഈ ഭരണസമിതി ഇട്ട് കഴിഞ്ഞ് അവർ പോയി. അത് കഴിഞ്ഞിട്ട് പോലീസും എല്ലാം കണ്ടോണ്ട് നിൽക്കുകയാണ്, ഇതെല്ലാം ഇട്ടു, അവർക്കും ഒരു പ്രശ്നമല്ലായിരുന്നു അപ്പോൾ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഈ ഭരണസമിതി തിരിച്ചു വന്നപ്പോൾ നോക്കിയപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണ് ആദ്യം, കാരണം അതാണ് ഏറ്റവും വലുതായിട്ട് എഴുതിയത്, അതെങ്ങനെ എഴുതാൻ പറ്റും, ഇത് എഴുതാൻ പറ്റത്തില്ല, ഇത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു.
അപ്പൊ അത് നിങ്ങൾ എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധുവിനെ രാഷ്ട്രീയമായിട്ട് കാണുന്നത്? അത് എല്ലാം ഈ ഭാരതത്തിന്റെ സൈന്യം ചെയ്ത ഒരു കാര്യമല്ലേ, ഭാരതത്തിന്റെ നമ്മുടെ ഒരു പരാക്രമം കാണിച്ച ഒരു കാര്യമല്ല, അതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ അവർക്ക് അതിന്റെ പെട്ടെന്നൊരു ഇത് മനസ്സിലായി. അപ്പൊ ഉടനെ അത് പറഞ്ഞു, അടുത്ത ഈ കൊടി ഇവിടെ പാടില്ല. ആ ക്ഷേത്രം പാർത്ഥസാരഥി ഭഗവാന്റെ ക്ഷേത്രമാണ്. പാർത്ഥസാരഥിയുടെ തേരിന്റെ മുകളിലുള്ള അതേ കൊടി തന്നെയാണ് അവിടെ ഇട്ടേക്കുന്നത്, അല്ല ഏതെങ്കിലും സംഘടനയുടെ RSSന്റെയോ അല്ലെങ്കിൽ BJPയുടെ കൊടിയല്ല. അപ്പൊ അത് മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ അമ്പലത്തിൽ അകത്തിരിക്കുന്ന കൊടി മാറ്റാൻ ഇവർ പറഞ്ഞു. അപ്പൊ അതും പറ്റില്ല. പിന്നെ വർഷങ്ങളായിട്ട് അവിടെ ഒരു ശിവാജി മഹാരാജിന്റെ ഒരു ഫ്ലെക്സ് ഉണ്ട്. അതൊരു അവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു ക്ലബ്ബ് പോലത്തെയാണ് അത് നടത്തുന്നത്. അത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഇരുന്നത്. അപ്പൊ ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് അതിന്റെ പേരിൽ വെച്ചു. അപ്പൊ ഈ ഒരു വിവാദം വന്ന ഉടനെ പോലീസ് വന്നിട്ട് ഉടനെ പറയാണ് ഇത് മാറ്റാനുള്ളത്. അത് നമ്മളെല്ലാം വീഡിയോസിലൊക്കെ കണ്ടതാണ്. പോലീസും ഈ ഭരണസമിതിയൊക്കെ ഇത് മാറ്റണം. ആദ്യം അവർ ഓപ്പറേഷൻ സിന്ദൂർ തന്നെ മാറ്റണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആണ്. പക്ഷെ പിന്നീട് പബ്ലിക് ഒപ്പീനിയൻ വളരെയേറെ ഇതായിട്ട് വന്നെന്ന് കണ്ടപ്പോഴാണ് പിന്നീട് അവർ ഹൈക്കോടതിയുടെ ഇത് പ്രകാരം നിങ്ങൾ അത് ചെയ്തില്ല. എന്നിട്ട് FIR എഴുതിയിരിക്കുന്നത് അനുമതി ഇല്ലാതെ നിങ്ങളവിടെ പൂക്കളം ഇട്ടെന്നാണ്. അപ്പം നമ്മൾ അന്ന് അവിടെ ചോദിച്ചതാണ്, ഈ അനുമതി ഇല്ലാതാണോ പോലീസ് വന്നിട്ട് നിങ്ങൾ ഇവിടെ ഇട്ടോ അനുമതി ഇല്ലാതാണോ പോലീസ് ഫുൾ ടൈം അവിടെ നിന്നതെന്നുള്ളത് ആരും ചോദിക്കുന്നില്ല. ഇവരാരും പറയുന്നത് അത് മനഃപൂർവ്വം അവർ മറയ്ക്കാം. കാരണം പോലീസിന് അവിടെ ഒരു വീഴ്ച പറ്റി. പോലീസ് എടുത്തു ചാടി അതങ്ങ് മാച്ചുകളാന്ന് പറഞ്ഞ് അതിനകത്ത് പോലീസിന്റെ ഉള്ളിൽ തന്നെ ധാരാളം ഇതിന്റെ മറ്റു വശങ്ങളുണ്ട്. അതായത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്റെ ചോദ്യം, ആരാണ് ഈ പോലീസിൽ ഇങ്ങനെ ഒരു ആശയം, അതായത് ഇത് എവിടെ നിന്ന് വന്നു ഈ ആശയം? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഒരു വികാരം വരണ്ടുള്ളതല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് അത് വരാത്തത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു വിഭാഗം ആളുകൾ എല്ലാ ഫോഴ്സിലും എല്ലാ സമുദായത്തിന്റെ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. അവരുടെ ചിന്തയിലൊന്നും ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നോ അല്ലെങ്കിൽ സൈന്യം എന്നോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകുന്നെന്നോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടാസ് ഉണ്ട്. അത് രാഷ്ട്രീയ അജണ്ടാസ് ഉണ്ട്, അവരുടെ മതപരമായിട്ടുള്ള അതിന് ഉറച്ചവർ നിൽക്കും. അതുകൊണ്ടാണ് അവർ എടുത്ത ആ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്പ് ഇങ്ങനെ ഒരെണ്ണം വന്നത്. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ ഇപ്പം മൊത്തം കേരളം മാത്രമല്ല, ഭാരതത്തിൽ മൊത്തം അതിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു ഇത് വന്നു. കാരണം എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ധുവിനെ നിങ്ങൾ എങ്ങനെയാണ് അഗേൻസ്റ്റ് നിൽക്കുന്നത്? ഓപ്പറേഷൻ സിന്ധു എന്നൊരു പൂക്കളം ഇട്ട് നിങ്ങൾ കലാപത്തിന്റെ അഗേൻസ്റ്റ് ആണ് FIR ഇട്ടേക്കുന്നത്. 27 പേരുടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പൂക്കളം ഇട്ടതിനകത്ത് ഓപ്പറേഷൻ സിന്ധു എന്ന് എഴുതി വെച്ചതിനകത്ത് കലാപത്തിന് വേണ്ടി പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. കാരണം കേരളത്തിന്റെ ഈ പ്രത്യേക, ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ ഒരു ഇക്കോസിസ്റ്റം ഇവിടെ ഉണ്ട്. അത് കാലാകാലങ്ങളിൽ ഈ രാഷ്ട്രീയപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറ്റ് രീതികളൊക്കെ വന്ന് അതിനെ ഒരു മതത്തിന്റെ കൂടെ ചേർത്ത് നിന്ന് അവരുടെ ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. നേരെ മറിച്ച് കശ്മീരിലാണെങ്കിൽ അതേപോലത്തെ ഒരു പണ്ട് അവിടെ നമുക്കറിയാം 89 ഒക്കെ ആദ്യം ഈ ഭീകരവാദം തുടങ്ങുന്ന സമയത്ത്, ഹൈറ്റ്സ് ഓഫ് ഭീകരവാദം തുടങ്ങുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഒരു 99 പോകുമ്പോഴും നമ്മൾ അവിടുത്തെ ആളുകൾ പറയുമായിരുന്നു, കശ്മീർ പാകിസ്ഥാനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പോയി എന്ന് വിശ്വസിച്ച ആളുകളുണ്ടായിരുന്നു. ട്രക്കിനകത്ത് ആളുകൾ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അവിടുത്തെ വാച്ചിന്റെ സമയം അരമണിക്കൂർ, പാകിസ്ഥാൻ നമ്മളെക്കാട്ടി മുന്നിലാണല്ലോ, അപ്പൊ അരമണിക്കൂർ മുന്നിലോട്ട് വാച്ചിന്റെ ഒക്കെ സമയം മാറ്റി അങ്ങനെ വരെ ഇരുന്നാണ്. ഇന്ത്യൻ ആർമി അവിടെ ആ സമയത്ത് വന്ന് അതിനെ സ്റ്റോപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ വിചാരിച്ചു എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്കാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു വിഭാഗം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ പാകിസ്ഥാനായിരുന്നു. പാകിസ്ഥാൻ അവരെ കാലാകാലങ്ങളിൽ അതിനെ ബ്രെയിൻ വാഷ് ചെയ്ത് റാഡിക്കലൈസ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നു. ഭീകരവാദത്തിലേക്ക് തോക്കെടുത്ത് കൊടുത്തു. കൊച്ചു കുട്ടികളെ മറ്റുള്ളവരെ അവരെയൊക്കെ ചെയ്ത് അങ്ങനെ പോയി. അപ്പൊ 89 തൊട്ട് ഇനി ഒരു 10-30 വർഷം സൈന്യത്തിന്റെ വലിയൊരു വില നമ്മളവിടെ കൊടുത്തു ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി. കാരണം അത്രമാത്രം സപ്പോർട്ട് പാകിസ്ഥാനിലുണ്ടായിരുന്നു. പക്ഷേ ഈ റാഡിക്കലൈസേഷൻ വളരെ ഡീപ്പായിട്ട് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ സൈന്യം എന്താ ചെയ്തെന്ന് വെച്ചാൽ, സൈന്യം ഒരു 2 സ്ട്രാറ്റജിയാണ് അവിടെ ചെയ്തത്. അതായത് ഒന്ന് കൈനറ്റിക് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻസ്, നമ്മൾ ഭീകരവാദികളെ ഇല്ലാതാക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഈ ലോക്കൽസിന്റെ ഇടയ്ക്ക് ഒരു സ്വാധീനം ചെലുത്തുക. അതായത് അതിന് വിന്നിങ് ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് എന്നാ പറയുന്നത് തന്നെ. അതായത് ആളുകളുടെ സ്വാധീനം, നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ ഈ പാകിസ്ഥാനിലോട്ട് പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരു ഫ്യൂച്ചറിന്റെ കാര്യമല്ല, ഭാരതത്തിന്റെ ആണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള നന്മയും മറ്റു കാര്യങ്ങളൊന്നും ഉള്ള രീതിയിൽ ആ രീതിയിലുള്ള സ്ട്രാറ്റജി. അപ്പം അവിടുത്തെ തൊഴിൽ കൊടുക്കുക, ആളുകളെ നല്ല രീതിയിൽ എന്താണ് ശരി എന്നുള്ള പക്ഷം വെക്കുക. അതൊരു ഡീറാഡിക്കലൈസേഷൻ. അപ്പൊ കൊച്ചു കുട്ടികളെ സ്കൂളിൽ നിന്ന് വെക്കേഷൻ, അതായത് ഒരു കുട്ടി ശ്രീനഗറിന്റെ പുറത്തു പോലും പോകാത്ത കുട്ടികളെ ഇന്ത്യൻ ആർമി അവരെ അവിടുന്ന് ഭാരതത്തിന്റെ മറ്റു സ്ഥലത്ത് പിക്നിക്കിനൊക്കെ കൊണ്ടുപോയി അങ്ങനെ അവരെ സ്വന്തം ഇന്ത്യൻ ആർമിയുടെ സൈന്യത്തിന്റെ ചെലവിൽ തന്നെ 10-50 കുട്ടികളെ ബോംബെ, ഡൽഹി അങ്ങനെ എല്ലാ സ്ഥലത്ത് കൊണ്ട് കറക്കി ഭാരതം എന്താണെന്ന് കാണിച്ച് തിരിച്ചു കൊണ്ടുവരും. അപ്പൊ ഈ കുട്ടികൾ പോകുന്ന കുട്ടികളുടെ മനസ്സ് ടോട്ടൽ മാറും. അപ്പം ഈ പറയുന്ന കണക്കല്ല, അവർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ വേറൊരു രീതിയാണ്. പിന്നെ അവിടെ ക്രിക്കറ്റിന്റെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് പതുക്കെ ഡീറാഡിക്കലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ 2019 ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പം നമുക്ക് ഒരു സമാധാനത്തിലേക്ക്
വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും അവിടെയും ഈ ഒരു വിഭാഗം ആളുകളിൽ ഇപ്പോഴും വളരെ തീവ്രമായിട്ടുള്ള റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഹസ്രത്ത് ബല്ല ആ കല്ലിനകത്ത് അത് എഴുതിയപ്പം ആരോ ഒരാളോ രണ്ടോ ആൾ പറഞ്ഞപ്പോഴത്തേ ഉടനെ കല്ലെടുത്തിട്ട് അവർ അടിച്ച് സ്മാഷ് ചെയ്ത് അതിന് ചെയ്തത്. അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ഇഷ്യൂ ആയിരുന്നെങ്കിൽ ഒന്നീ അവർക്ക് അത് കവർ ചെയ്യായിരുന്നു അപ്പോൾ, അതല്ലെങ്കിൽ അത് പോലീസിലോ അല്ലെങ്കിൽ അധികാരികളുടെ അടുത്ത് പറഞ്ഞ് ഇത് മാറ്റണം എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷെ അതൊന്നും നോക്കാതെ അപ്പോഴും തന്നെ ആ സ്പോട്ടിൽ തന്നെ അവർക്കത് ചെയ്യണമെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ പണ്ട് തൊട്ട് ഉള്ള ഒരു റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയുടെ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും വളരെ സജീവമാണ്, അവിടെ ഉണ്ട്. അതിനകത്താണ് ഈ പല പ്രശ്നങ്ങളും, അല്ലെങ്കിൽ പലരും അതിന് പറയുന്ന ഈ ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ അതിനകത്ത് വന്ന് ഈ ഭീകരവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ട്. അപ്പൊ പഹൽഗാം നടന്നതും അവിടുത്തെ ലോക്കൽസിന്റെ സപ്പോർട്ട് ഇല്ലാതെ നടക്കത്തില്ല. അപ്പൊ ഈ വിഭാഗം ആളുകൾ തന്നെയാണ് അവിടെ ചെയ്തത്. അപ്പൊ ഇതാണ് ആ പാരലൽ. കശ്മീരിലും കുറച്ച് ഇങ്ങനത്തെ ആളുകളുണ്ട്, കേരളത്തിലും ഇങ്ങനെ ആളുകൾ. പക്ഷെ ഞാൻ രണ്ടുപേർത്തും ഞാൻ സെർവ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു കശ്മീരിനെക്കാട്ടി കൂടുതൽ തീവ്രമായിട്ടുള്ള കുറെ ആളുകൾ കേരളത്തിലാണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു അസസ്മെന്റ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ കുറെ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുള്ള, പക്ഷെ എൻ്റെ എന്ന് വെച്ചാൽ ഇപ്പം കശ്മീരിൽ പിന്നെ ആളുകൾക്ക് മനസ്സിലായി ഇതുകൊണ്ട് നമ്മുടെ ഫ്യൂച്ചറും നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചറും ഒന്നും ഇല്ല എന്ന് നല്ലൊരു ശതമാനം ആളുകൾക്ക് മനസ്സിലായി. കേരളത്തിൽ അത് മനസ്സിലാക്കാൻ ഇനിയും ആളുകൾ ആയിട്ടില്ല. അപ്പൊ അവർ വിചാരിക്കുന്ന വെച്ചാൽ ഇതെന്തോ വേറൊരു സംഭവത്തിലേക്ക് പോകും, അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയൊരു ഇത് കിട്ടും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അവർക്ക് അതിന്റെ തീ കൊണ്ടാണ് കളി എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അത് ഈ പൊളിറ്റിക്കൽ സപ്പോർട്ട് ഈ കേരളത്തിലെ ഇക്കോസിസ്റ്റത്തിൽ കിട്ടുന്നത് കൊണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ CAA പ്രക്ഷോഭ സമയത്തൊക്കെ ഈ പൗരത്വ നിയമം, രാജ്യത്തിന്റെ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുമ്പോൾ മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കപ്പെടും എന്നൊരു ശുദ്ധ നുണ പറയുമ്പോൾ ഈ 100% സാക്ഷരതയുള്ള കേരളം തിളച്ചു മറിയുന്നത് നമ്മൾ കണ്ടതാണ്. അത് അവർക്ക് കിട്ടുന്ന ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് കൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും. അത് തന്നെയാണ് ഇപ്പൊ നമ്മളെ ഇപ്പൊ BJP മാത്രമല്ല, പല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും, ഇപ്പം അച്യുതാനന്ദ ആലശ്ശേരി, ശ്രീ AK ആന്റണി ആലശ്ശേരി, അവരെല്ലാവരും ഇതിനെക്കുറിച്ച് പരാമർശം പല രീതിയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു മതത്തിനെ പ്രീണന രാഷ്ട്രീയത്തിലേക്ക് അവരെ ഉപയോഗിക്കുമ്പം അവിടെ ഒരു സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റ്, എനിക്കിത് അവകാശപ്പെട്ടതാണ്, അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കത് കിട്ടും എന്നുള്ളൊരു തോന്നൽ ചിലവരിലെങ്കിലും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തെറ്റായിട്ടുള്ള വഴിയിലാണ് പോകുന്നെങ്കിൽ പോലും അത് ചോദ്യം ചെയ്യാൻ ആരും വരത്തില്ല. ഇപ്പം രാജേഷ് പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, കശ്മീരിൽ അത്ര പോലും ഇല്ല. പക്ഷെ ഇവിടുന്നുള്ള എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെയാണ് അഫ്ഗാനിസ്ഥാനിലും ISIS ജോയിൻ ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളത് അല്ലെ? കേരളത്തിൽ നിന്നാണ് പോയിട്ടുള്ളത്. ബാക്കി കശ്മീരിൽ നിന്നുള്ള ഒരിക്കലും അങ്ങനെ പഠിപ്പും വിദ്യാഭ്യാസമായിട്ടുള്ള ആളുകളൊന്നും പോയിട്ടില്ല. അവിടെ ഈ ഭീകരവാദിയായിട്ടുള്ളത് ഒരു പഠിപ്പും ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവരാണ്, ഒന്നും അറിയാത്ത കുട്ടികളെയാണ് അവർ പറഞ്ഞത്. ഞാൻ അവരെ വലിയ രീതിയിൽ കുറ്റവും പറയുന്നില്ല, കാരണം അവർക്കൊന്നും അറിയത്തില്ല. അവരുടെ അടുത്ത് ഒരു തോക്കെടുത്ത് 12 വയസ്സ് 13 വയസ്സ് 14 വയസ്സിൽ അവർ കൊടുത്ത് അവരങ്ങ് പോയി. ഇവിടെ അങ്ങനല്ല. ഹൈലി ക്വാളിഫൈഡ്, ഹൈലി എഡ്യൂക്കേറ്റഡ്, നല്ല ഫാമിലീസ് നിന്ന് വരുന്നവരാണ്. UAE മറ്റു സ്ഥലത്തൊക്കെ പോയി ജോലി ചെയ്തിട്ട് തിരിച്ചു, അല്ലെങ്കിൽ അവിടെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ റാഡിക്കലൈസേഷൻ വരുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഒരു പൊളിറ്റിക്കൽ പാട്രണേജ് അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ട് ഇവരെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. ഭയമില്ല, സിസ്റ്റത്തിന്റെ ഭയമില്ല. അതായത് അവർ വിചാരിക്കുന്ന ആശയത്തെ നടപ്പിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മണ്ണ് കേരളമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്ന ഒരു നല്ലൊരു ശതമാനം ആളുകൾ കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ രീതിയിലേക്കുള്ള നരേറ്റീവ്സ്. അതുകൊണ്ട് വേറെ നോക്കൂ, കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഹമാസിന് ഒരു വേദി ഒരുക്കി കൊടുത്തിട്ടുണ്ടോ? ഇന്ത്യയിൽ പോയിട്ട് വേറെ ഒരു രാജ്യത്ത്, ഈവൻ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യങ്ങളിൽ പോലും ഹമാസിന്റെ നേതാവിന് ഒരു വേദി കൊടുത്തിട്ടില്ലല്ലോ. പക്ഷെ കേരളത്തിൽ കൊടുത്തു. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ ആരും ചോദിക്കുന്നത്. അത് കൊടുത്തത് ആരും ഈ പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ? അല്ല, അവരൊക്കെ നന്നായിട്ട് അറിയാം. എന്തുകൊണ്ടാണ്? ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആളുകൾ മത്സരിച്ച് നിൽക്കുകയാണ്. LDF UDF മത്സരിച്ച് നിൽക്കുകയാണ്, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇവരറിയാത്ത ചെയ്യുന്ന കാര്യം, ഇവർ ആക്ച്വലി പറഞ്ഞ ഈ സമുദായത്തിന് തന്നെ ദോഷം ചെയ്യുകയാണ്. കാരണം ഈ കുട്ടികൾ ഇവരുടെ ഇതിനകത്ത് റാഡിക്കലൈസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആ സമുദായത്തിലുള്ള ആളുകൾ. ഇപ്പൊ കശ്മീരിൽ തന്നെ ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുള്ള അവിടുത്തെ ആളുകളാണ്, ലോക്കൽസ് ആണ്. പണ്ട് കശ്മീരി പണ്ഡിതുകളെ അവിടെ പൊട്ടിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ളതെല്ലാം മെജോറിറ്റി ആയിട്ടുള്ള മുസ്ലിം കുട്ടികളുടെ ഫാമിലീസാണ് തകർന്ന് ഇല്ലാതായത്. ഇപ്പൊ സിറിയ നോക്കിയാലും ശരി, ഇറാഖ് നോക്കിയാലും ശരി, പാകിസ്ഥാൻ നോക്കിയാലും ശരി, അഫ്ഗാനിസ്ഥാൻ നോക്കിയാലും ശരി, ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന അതേ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ഇപ്പം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച്, ഇപ്പൊ നേരത്തെ പറഞ്ഞ CA ഇവിടുന്ന് മുസ്ലിംസിനെ പറഞ്ഞു വിടാൻ വേണ്ടി ഒരൊറ്റ ആള് ആരെങ്കിലും പോയിട്ടുണ്ടോ ഇതുവരെ? അപ്പൊ പക്ഷെ ആ നരേറ്റീവ് സൃഷ്ടിച്ചു, ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി വരാണ്. ഇപ്പൊ മോദി സർക്കാർ വന്നു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല.
അതും പ്രത്യേകിച്ച് കേരളത്തിൽ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് പ്രൈം മിനിസ്റ്റർ മോദിയും മുസ്ലിംസും ആയാലും ശരി ക്രിസ്ത്യൻസും ആയാലും ശരി വളരെ നല്ല ഒരു റിലേഷൻ വെക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ എന്തുകൊണ്ട് വരുന്നില്ല? കാരണം അത് നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന, ഞാൻ പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗം വളരെ സജീവമായിട്ട് UDF LDF ഈ രാഷ്ട്രീയത്തിന്റെ ബലത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു ദേശീയ ചിഹ്നവും ഒരു ദേശീയതയെക്കുറിച്ച് ഒരു സംസാരവും പാടില്ല എന്ന് നമ്മൾ ഇവിടെ മാധ്യമമായാലും ശരി മറ്റു കാര്യങ്ങളും ഒന്നും ചെയ്യാത്തത്. അതാണ് അതിന്റെ വാസ്തവം. ഈ സൈന്യം ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഡീ റാഡിക്കലൈസേഷന് വേണ്ടി നേരത്തെ പറഞ്ഞത് അല്ലാതെ ഒരു ഇടപെടൽ നടത്തുന്നുണ്ടോ? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു ഇടപെടൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയ കേരള പോലീസ്, ഫോർ എക്സാമ്പിൾ, കേരള പോലീസിന് ഇവിടെ അവരുടെ ഒരു ഡീ റാഡിക്കലൈസേഷൻ പ്രോഗ്രാം ഉണ്ട്, കേരളത്തിൽ നടത്തുന്നുണ്ട്. അപ്പൊ പോലീസിന് അതിൻ്റെ ഒരു മാൻഡേറ്റ് ഉണ്ട്. ആർമിക്ക് ഇപ്പൊ കശ്മീരിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നമ്മളെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ടെററിസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷന് കൂടാതെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഡീ റാഡിക്കലൈസേഷന്റെ ഭാഗമായിട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കുട്ടികളെ നമ്മൾ ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോയി വേറൊരു ലോകം കാണിച്ചു കൊടുക്കുമ്പം അവർക്ക് മനസ്സിലാവും ഇതല്ല, ഈ പറയുന്ന അല്ല, ഭാരതത്തിൽ എല്ലാവരും നടക്കുകയാണ്, ഭാരതത്തിൽ എല്ലാ സമുദായങ്ങളും ഉണ്ട്, എല്ലാ മതങ്ങളും ഉണ്ട്, എല്ലാം അവർക്ക് ഒരു പ്രശ്നമില്ല. അവിടെ സിനിമ കാണാൻ പോകുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ട്, കുട്ടികളും പെൺകുട്ടികളും എല്ലാം പുറത്തു പോകുന്നുണ്ട്. അപ്പം ഇതല്ല സത്യം എന്നുള്ളത്. അപ്പൊ ഒരു ഡീ റാഡിക്കലൈസേഷൻ, അല്ലെങ്കിൽ അവരൊരു എന്താ പറയുക, ഒരൊറ്റ ചിന്തയിലേക്ക് മാത്രം നിൽക്കാതെ മറ്റൊരു രീതി. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഒരു 10 ദിവസം മുമ്പ് KPL കശ്മീർ പ്രീമിയം ലീഗ് എന്ന് പറഞ്ഞാൽ വലിയ നല്ല ഒരു രീതിയിൽ ക്രിക്കറ്റ്, അത് ഡേ നൈറ്റ് മാച്ചസ് ആണ്. അത് പെഹൽഗാം പുൽവാമ ആ ഏരിയയിലൊക്കെ തന്നെയാണ് നടന്നത്. വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത ആളുകൾ കിട്ടി. അപ്പൊ മുൻപൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഞാനൊക്കെ സർവീസ് ചെയ്ത സമയത്ത് 6 മണി കഴിഞ്ഞാൽ നൈറ്റ് കർഫ്യൂ ആണ്, പുറത്തോട്ടിറങ്ങണം. അതാണ് ഇപ്പം എന്താ പറയുക, നൈറ്റ് മാച്ചസും ക്രിക്കറ്റ് മാച്ചസും വലിയ രീതിയിൽ നടക്കുന്നത്. അപ്പൊ അതൊരു ഫോം ഓഫ് ഡീ റാഡിക്കലൈസേഷൻ ആണ്. അപ്പൊ കുട്ടികളെ കല്ലെറിയുന്നതിനും തോക്ക് പിടിക്കുന്നതിനും പകരം ബാറ്റും ബോളും കൊടുത്ത് നിങ്ങൾ അതിനെ ചെയ്യും. അവിടുന്ന് ആരെങ്കിലും ചിലപ്പോൾ IPL-ലേക്കൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു ഫോം ഓഫ് ഡീ റാഡിക്കലൈസേഷൻ ആണ്. പിന്നെ നമ്മൾ അവിടെ ഈ ഇസ്ലാമിക് സ്കോളേഴ്സ് ഉണ്ട്, പണ്ഡിതരുണ്ട്. അവർ ആ കറക്റ്റ് വേർഷൻ ഇസ്ലാമിന്റെ എന്താണെന്നുള്ളത് പഠിപ്പിക്കാനും അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവർ വരും. അപ്പൊ അതും ഒരു രീതിയിലേക്കുള്ള പ്രഭാഷണവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ആർമി ചെയ്യാറുണ്ട്. പക്ഷെ ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളത് ചെയ്യാറില്ല. കാരണം അതിനകത്തൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടൽ എന്നൊക്കെ ഉള്ള രീതിയിൽ ഉണ്ടായതുകൊണ്ട് ആർമി ഒരിക്കലും അങ്ങനെ പോകത്തില്ല. പക്ഷെ അല്ലാത്ത രീതിയിൽ ശരിയായിട്ടുള്ള ദിശയിൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളണമെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫെസ്റ്റിവൽ ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്യാറുണ്ട് അവിടെ. ആ രീതിയിൽ ഡെഫിനറ്റ്ലി ആർമി ചെയ്യും. അതുകൊണ്ടാണ് ഇന്നത്തെ കശ്മീരിന്റെ ആ അവസ്ഥ ഇത്രയും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ആർമി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹസ്രത് ബൽ തന്നെ പണ്ടും ഇതേപോലുള്ള ഒരു അതായത് അവിടെ ഒരു മുടി വെച്ചിട്ടുണ്ടല്ലോ, അവിടെ ആ മുടി എനിക്കൊന്ന് പ്രവാചകന്റെ മുടിയാന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു, അത് ദൈവത്തിന്റെ മുടിയാണ്. അപ്പൊ ആ മുടി കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പണ്ട് കുറെ വർഷങ്ങൾ, ഒരു 40 വർഷം, എനിക്കൊന്ന് 40-45 വർഷം ഉണ്ടായിക്കാണ്. അന്ന് അങ്ങനെ ഒരു റൂമർ പോയി. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. അപ്പം ഭയങ്കരമായിട്ട് പ്രക്ഷോഭമൊക്കെ നടന്നു. പിന്നീടാണ് അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കശ്മീരിൽ വളരെ സാധാരണയായിട്ട് നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, വളരെ തെറ്റായിട്ടുള്ള രീതിയിൽ ആളുകളെ ഇത് ചെയ്യാൻ വേണ്ടി. അതിന്റെ എനിക്കൊന്നും ഒരു കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ എന്നാലും അത് തീർന്നിട്ടില്ല എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പം അവിടെ നടന്നത്. ഈ കേരളത്തിൽ ഈ ഒരു പ്രവണതയ്ക്കെതിരെ BJP വരും ദിവസങ്ങളിൽ ബോധവൽക്കരണമോ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളോ ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ഓൾറെഡി അതിന്റെ പ്രോസസ്സിലാണ്. ഇപ്പം നമ്മൾ തന്നെ നമ്മളെ സ്റ്റേറ്റിലും ഇപ്പം പ്രൈം മിനിസ്റ്റർ മോദി തൊട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആയാലും ശരി, ബാക്കിയുള്ള എല്ലാവരും നമ്മൾ ഒരൊറ്റ കാര്യമുള്ളൂ, അതായത് സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. ഇതൊരു വെറും ഒരു വാചകമല്ല. അതായത് എല്ലാവരെയും കൂടെ, എല്ലാവരുടെയും വിശ്വാസം എല്ലാവർക്കും വേണ്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് നമ്മളെ പ്രവൃത്തിയിലൂടെ ആണ് നമ്മൾ കാണിക്കുന്നത്. BJP സംബന്ധിച്ചോളം ഇന്ന് വരെ ഒരു കാര്യത്തിലും ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. അതിപ്പം ആരെന്ത് പറഞ്ഞു, ഇപ്പം ഛത്തീസ്ഗഡിന്റെ ഇഷ്യൂ വന്നു, നമ്മൾ അവിടെ പോയി ഇടപെട്ടു. അവിടുത്തെ ലോക്കൽ ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇവിടെ അതും കത്തിക്കാനുള്ള ആളുകൾ ശ്രമിച്ചു. മണിപ്പൂർ ഇഷ്യൂ ഗോത്ര പ്രശ്നമായിട്ട് അതൊരു ക്രിസ്ത്യൻസിന്റെ ഒരു രീതിയിലേക്ക് തിരിക്കാൻ നോക്കി. അവിടെയും ഇതൊരു നരേറ്റീവ് കേരളത്തിൽ സൃഷ്ടിക്കാൻ നോക്കി. അപ്പം യഥാർത്ഥത്തിൽ ഇപ്പം പ്രൈം മിനിസ്റ്റർ മോദിയുടെ അണ്ടറിൽ എല്ലാ വിഭാഗത്തിലെ ആളുകൾക്ക് എല്ലാം കിട്ടുന്നുണ്ട് എന്ന് മറച്ചു വെക്കാൻ വേണ്ടി ഇതുപോലത്തെ ഈ കള്ളപ്രചരണം കാലാകാലങ്ങളിലായിട്ട് ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇമേജ് അത് ഇപ്പം ആളുകൾക്ക് മനസ്സിലാക്കി തുടങ്ങി. ഇപ്പൊ പതുക്കെ ആളുകൾക്ക് മനസ്സിലായി ഈ പറയുന്നതല്ല ശരി. ഇപ്പൊ 11 വർഷമായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി ഭരിക്കുന്നുണ്ട്. ഈ 11 വർഷം കൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഏതെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാതിരുന്നിട്ടുണ്ടോ എന്നുള്ള ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഏതെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാത്തത് ഉണ്ടോ?
ഇല്ല എന്ന് തന്നെയാണ് ആൻസർ അതിൻ്റെ. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ മോദിക്ക് ഇപ്പം ഗൾഫ് കൺട്രീസ് എനിക്ക് തോന്നുന്നു ഏകദേശം 13ഓളം രാജ്യങ്ങൾ അവരുടെ പരമോന്നതമായിട്ടുള്ള അവാർഡ് കൊടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഇപ്പം സൗദി അറേബ്യയുടെ MBS മുഹമ്മദ് ബിൻ സൽമാൻ, അദ്ദേഹം പ്രൈം മിനിസ്റ്റർ മോദിയെ വിളിക്കുന്നത് ബ്രദർ എന്നാണ്. UAE ഷേഖ്, അദ്ദേഹം ബ്രദർ എന്നാണ് വിളിക്കുന്നത്, ഫ്രണ്ട്. അങ്ങനത്തെ ഒരു വാം റിലേഷൻസ് എല്ലാ ആ രാജ്യങ്ങളും തമ്മിൽ ബാക്കിയുള്ള രാജ്യങ്ങളുണ്ട്, പക്ഷെ അവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് അവരൊക്കെ അറിയുന്നില്ലേ? ഇവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരാരെങ്കിലും എന്തെങ്കിലും ചെയ്യും. ആർക്ക് നമ്മളെ ഭാരതത്തിന്റെ എന്താ പറഞ്ഞ സപ്പോർട്ട് ഇല്ലെങ്കിൽ അവരുടെ എക്കോണമിയൊക്കെ അവർ സർവൈവ് ചെയ്യും അല്ലേ? അപ്പൊ അവർ യാഥാർത്ഥ്യം കണ്ടുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ മോദിക്ക് മറ്റ് രാജ്യങ്ങൾ, ഇപ്പൊ US പോലും കിട്ടാത്ത പല ബഹുമതിയൊക്കെയാണ് പ്രൈം മിനിസ്റ്റർ മോദിക്ക് കൊടുക്കുന്നത്. കാരണം അവർക്ക് യാഥാർത്ഥ്യം അറിയാം. കേരളത്തിൽ ആ യാഥാർത്ഥ്യം അറിയാമെങ്കിലും അതിനെ മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, ആ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, ഈ മതപ്രീണനത്തിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ചെയ്യുക. പക്ഷെ എനിക്ക് തോന്നുന്നത് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സോഷ്യൽ മീഡിയയുടെയും നിങ്ങളെ പോലുള്ള ചാനൽസ് ഒക്കെ വരുന്നുണ്ട്, ആളുകൾ സത്യം അറിയാം. അപ്പൊ അതൊരു മാറ്റം നമ്മൾ കാണുന്നുണ്ട് ഡെഫിനറ്റ്ലി. വരും ദിവസങ്ങളിൽ വികസനത്തിന്റെ ആ ഒരു മോഡൽ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ റിലീജിയനും മറ്റു കാര്യങ്ങളല്ല, വികസനമാണ് ആവശ്യം എന്നുള്ള രീതിയിൽ ഐഡിയാസിന്റെ രാഷ്ട്രീയം, വികസനത്തിന്റെ രാഷ്ട്രീയം, ആ ഒരു രീതിയിലേക്കുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പുതിയ ടെക്നോളജീസ് വരുന്ന അതിന്റെ ഒരു രാഷ്ട്രീയം, അങ്ങനത്തെ ഉള്ള ഒരു രീതിയിലേക്കാണ് ഇന്നത്തെ തലമുറയെ ആവശ്യപ്പെടുന്നത്. അതാണ് BJP ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത് ഇപ്പം. അപ്പൊ വരും ദിവസങ്ങളിൽ ഈ കാര്യത്തിൽ അതിന്റെ ഡെഫിനറ്റ് ആയിട്ട് റിസൾട്ട് ഗ്രൗണ്ടിലും വരും തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. എന്തായാലും വളരെയധികം നന്ദി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. നമസ്കാരം. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.